ഇവിടെ ഈ സൈഡിൽ കാണുന്ന യെല്ലോ കളർ ബിൽഡിംഗ് ആണ് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ താമസിച്ച മോട്ടൽ. എവിടേക്ക് നമ്മൾ നടക്കണം? എൻ്റെ നാട്ടിക്കുള്ളുണ്ട് വന്ന് പിടിച്ചു. അതെ, ആ റൂമിലായിരുന്നു ഞങ്ങൾ ഏറ്റവും ആദ്യം വന്ന് താമസിച്ചത്. ഈ മോട്ടലും ഞങ്ങളിപ്പോൾ താമസിക്കുന്ന മോട്ടലും തമ്മിൽ ഏകദേശം ഒരു 100 മീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട്. എന്താ സംഭവം? തക്കുവോ പാർക്കാണോ? നമുക്കൊന്ന് കയറി വെക്കാലോ. വാ നമ്മള് നമ്മുടെ അവിടെ ഗ്രാമത്തിലെ പോലെ വീടുകളല്ല, ഒരു കാണാൻ അല്പം ചന്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഈ സൈഡിലുള്ള വീടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മോഡേൺ ടൈപ്പ് വീടുകളാണ്. തക്കൂന് എന്ത് ഫീൽ ചെയ്യുന്നു? തക്കൂന് എന്ത് ഫീൽ ചെയ്യുന്നു? ഗ്രാമത്താണോ നല്ലത്, ഇവിടെയാണോ നല്ലത്? ഗ്രാമത്തോ? ഇങ്ങോട്ട് മാറിയാലോ? ഇങ്ങോട്ട് വാ മണി, വേഗം വരുവാ, വേഗം നടക്ക്. എല്ലാ വീടുകളും കൂടുതലും ഇപ്പം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇഷ്ടിക കൊണ്ട് തന്നെയാണ് വീട് പണിതിരിക്കുന്നത്. എല്ലാവരും മോഡേൺ സ്റ്റൈല് വീടുകളാണ്. നല്ല മതിലും നമ്മുടെ നാട്ടിലെ പോലെ. ഇതിപ്പോ ഇങ്ങടെ നടക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യമില്ല കേട്ടോ. ഇങ്ങോട്ട് നടക്കുവാണ്. ഇവിടെ വേറെ വഴിയൊന്നുമില്ലെങ്കിൽ ഇങ്ങോട്ട് മടക്കാം. ആണോ? ഇത് നമ്മൾ താമസിക്കുന്ന മോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള പാർക്കാണ്. പിള്ളേർക്ക് ചെറിയൊരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ഇറങ്ങിയതാണ്. കണ്ടോ, ഇവിടെയൊക്കെ ഇലയൊക്കെ പഴുത്തു, പച്ചപ്പൊക്കെ മാറി പഴുത്തു തുടങ്ങി. അതുപോലെ തന്നെ ഇലയൊക്കെ ചുവന്ന് താഴെ കൊഴിഞ്ഞു തുടങ്ങി കേട്ടോ. കണ്ടോ, ആ മരത്തുമ്പിലെ ഇലയൊക്കെ മൊത്തം തീർന്നു. കാലാവസ്ഥ മാറുമ്പോഴുള്ള ഇല പൊഴിയും ശിശിരത്തിൽ കേട്ടിട്ടില്ലേ? അത് തന്നെ ഇപ്പോൾ അവസ്ഥ. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ. ചെക്കനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴി കൊണ്ട് എന്നെ തെളിച്ചോണ്ട് പോകുന്നത്. അവൻ പോകുന്നതിൻ്റെ പിന്നാലെ ഞാൻ പോകാന്നല്ലാതെ എങ്ങടെ പോകണ്ടേന്നൊന്നും ഒരു ധാരണയില്ല. ഇവിടെ റോട്ടിലേക്ക് ഓടിച്ചാടി കിടക്കരുത് കേട്ടോ. രമണി എവിടെ പോണേ? ഹായ്. ഇവിടെ പല ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു സൈക്കിളാണിത്. പേയ്മെന്റ് ചെയ്ത് അല്ലേ? ഐസ്ക്രീമോ? എന്താ ദൈവമേ. മേലെ വണ്ടികൾ കയറിപ്പാന്ന് പോകുന്നുണ്ട്. ഓടിപ്പോലെ. ഇപ്പൊ
വീഡിയോ മുഴുവൻ നിങ്ങൾ ഓടല്ലേ ഓടല്ലേ എന്നുള്ളതായിരിക്കും, ബാക്കിയൊന്നും കേൾക്കുന്നുണ്ടാവില്ല. നമ്മള് അങ്ങ് മുന്നേ കണ്ട സൈക്കിളുകള് നോക്സിറ്റാ, കുഴപ്പമില്ല, നമുക്ക് അവിടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. വണ്ടികൾക്ക് പോകാൻ പറ്റില്ല എന്നായിരിക്കും. നമ്മൾ മുന്നേ കണ്ട ബൈസൈക്കിൾ കണ്ടോ, പല ആൾക്കാരും അവരുടെ ആവശ്യങ്ങൾക്ക് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതിൽ നടന്നു പോകുന്ന ആർക്കെങ്കിലും ഈ ബൈസൈക്കിൾ എടുക്കണമെങ്കിൽ എടുത്തിട്ട് പോകാം. ഏതാണ്ട് ഒരു ഊബറിൻ്റെ അവസ്ഥയാണ് ഈ ബൈസൈക്കിളിന്. ഇവിടെ ഒരു QR കോഡ് ഉണ്ടാവും. ഇവിടെ QR കോഡ് നോക്കുക, ഈ QR കോഡ് സ്കാൻ ചെയ്യുക, എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യുക, പോവുക. ഇതാണ് ഇതിൻ്റെ ആവശ്യം. എന്നിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യാം. അവിടെ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ, അവിടെ നിന്ന് ആ വഴിക്ക് പോകുന്ന ആർക്കെങ്കിലും ഇതുപോലൊരു ആവശ്യം വരുവാണെങ്കിൽ അവർക്ക് സ്കാൻ ചെയ്യുക, പോവുക. എന്നിട്ട് അവരെവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യുന്നിടത്ത് അവിടെ ആരെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് പോകാം. വേണ്ട ഇതുപോലെ തന്നെ വേണ്ട വേറെ കളറ് അവിടെ കാണുന്നുണ്ട്. നടന്ന് കിതയ്ക്കുന്നുണ്ട്. ഈ നടക്കൽ മാത്രമല്ലല്ലോ, കൂടെ അമ്മിണീനെയും കയറി ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. കാരണം നമ്മൾ താമസിക്കുന്ന ടൗൺ പോലെയല്ല ഇവിടെ, ഭയങ്കര വണ്ടികൾ ചീറിപ്പാഞ്ഞ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുമല്ലേ. ആണ് സെയിം ഇവിടെയും QR കോഡ് ആപ്പ് സ്റ്റോർ ഉണ്ട്, പ്ലേ സ്റ്റോർ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുക. വാ, എന്നാ കിടക്കാച്ച വീടുകളല്ലേ. നമ്മളെ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് വരണം, ഇന്നലെ സെറ്റപ്പ് ആവുള്ളൂ. ഹായ്, ഗുഡ്. വാ, അമ്മണി മടുത്താ വീട്ടിൽ പോണോ? വേണ്ടേ? എന്താ പിന്നെ വേഗം തന്നെ നടക്കാത്ത? നമുക്ക് അങ്ങോട്ട് നടന്നാലോ? റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വാ. വണ്ടികൾക്കാടാ, അത് വണ്ടികൾക്കാന്ന്. നമുക്ക് അവിടെയൊക്കെ പോയിട്ട് ഇരിക്കേണ്ട ആൾക്കാരിരിക്കുന്നുണ്ട്. ഇന്നലെ 3 മണിക്ക് ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഞങ്ങൾ ഏകദേശം ഇവിടെ ഒരു 8 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ചിലെത്തി. ഏകദേശം 3 മണിക്കൂർ കൊണ്ട് ഓടി തീർന്ന് എത്തേണ്ട സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ പല സ്ഥലത്തും നിർത്തി വന്നതുകൊണ്ട് ഓട്ടം ഏകദേശം 5 മണിക്കൂർ കൊണ്ടൊക്കെ ആയി. പിന്നെ വേറെ എന്താ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് വന്ന് ഞങ്ങൾ ഏറ്റവും ആദ്യം മുടി വെട്ടിയിട്ടും എനിക്ക് പോയി. അപ്പൊ അമ്മ അവത്തില്ല. അപ്പൊ അമ്മ തൂത്തി പോയി. അപ്പൊ അമ്മ അപ്പൊ അമ്മ തൂത്തിയ. അപ്പൊ അമ്മ പറ്റില്ല. മാമി വെച്ച പറ്റില്ല പാട്ട. അപ്പൊ എന്റെ ഒക്കെ കയറ്റ് പിടിച്ചപ്പോ അപ്പൊ ഷോയുണ്ട്. അപ്പൊ അമ്മ മാമിയാണ്. സാധാരണ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞപ്പോൾ ക്രൈസ്റ്റ് ചർച്ചിൽ മുടി വെട്ടിയത് എനിക്ക് ഇഷ്ടമായി. ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്രാവശ്യം വന്നു വെട്ടിയത്. പക്ഷെ വെട്ടിയ കടയൊക്കെ സെയിമാണ്. പക്ഷെ വെട്ടിയ ആൾ മാറിയ കാരണം എനിക്ക് അതിനോട് വലിയ തൃപ്തി തോന്നിയില്ല. പിന്നെ എന്താ, ചീപ്പാണ്, നമ്മുടെ ഗ്രാമത്തിനേക്കാളും ചീപ്പാണ്. ഒരു തലയ്ക്ക് എനിക്ക് തോന്നുന്നു $15 ഒക്കെ ഉള്ളു വലിയ ആൾക്കാർക്ക്. അങ്ങനെ പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ മുടി വെട്ടി ഇന്ന് രാവിലെ ആതിര പറഞ്ഞ മാതിരി ആതിരയുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ആതിര ക്ലാസ്സിന് പോയി. അപ്പം ഞങ്ങളിന്ന് ഇറങ്ങി നടന്നതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തിരിച്ച് മടങ്ങാം, കാരണം ഇതിന് വെയിൽ മൂക്കുന്നു. അതുപോലെ തന്നെ അമ്മിണിനെയും നടത്തിക്കുന്നതിനൊപ്പം വീഡിയോ എടുക്കുക വളരെ പ്രയാസമുള്ള കാരണം ഇങ്ങനെ പറഞ്ഞ പോലെ ഗ്രാമത്തെ പോലെയല്ല, ഇവിടെ വണ്ടികളൊക്കെ ചീറി പാഞ്ഞ വരുന്നത്. അപ്പോൾ അമ്മിണി പെട്ടെന്ന് ഓടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങാം എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു. ഇത്
അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു വ്ളോഗ് ഒന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ശരി. ഇല്ല ഇനി തിരിച്ചേ മതി ഇനി തിരികെ. ഇനി ഡോറ് തിരിക്കാൻ മീൻസ് ലോക്ക് തിരികെ. കീ അല്ല. യെസ്